കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ചട്ടം പാലിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും ലോകത്തെ നമ്പർ 1 കമ്പനികളിലൊന്നിനെയാണ് ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദമുണ്ടാക്കി വികസനം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനി. ആ കമ്പനി ഒരു അല്ലറ ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. എല്ലാ മണ്ഡലങ്ങളിലും 5% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സന്തോഷ് സല്ലിംഗ് ചേരുന്ന വിവരങ്ങളുമായി. സന്തോഷ്, എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? പ്രിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് വോട്ടെണ്ണൽ രീതിയിൽ സുപ്രീം കോടതി നിർണായകമായ ഭേദഗതി കൊണ്ടുവന്നത്. ഒരു മണ്ഡലത്തിലെ 5 വിവിപാറ്റ് മെഷീനിലെ വോട്ടുകൾ ഇനി മുതൽ എണ്ണണം. നിലവിൽ ഒരു വിവിപാറ്റ് മെഷീനാണ് ഒരു മണ്ഡലത്തിൽ എണ്ണുന്നത്. ഇത് സുപ്രീം കോടതി 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അതിനുശേഷം മാത്രമേ ഫലപ്രഖ്യാപനം നടത്താവൂ. രാജ്യത്താകമാനം 20,625 വിവിപാറ്റ് മെഷീനുകൾ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എണ്ണേണ്ടി വരും. കേരളത്തിൽ മാത്രം 700 മെഷീനുകളുടെ സ്ലിപ്പെങ്കിലും എണ്ണേണ്ടി വരുമെന്നാണ് കണക്ക്. വിവിപാറ്റുകൾ എണ്ണേണ്ട മെഷീനുകൾ തെരഞ്ഞെടുക്കുന്നതിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ക്രമത്തിൽ അടുക്കിയിരിക്കുന്ന മെഷീനിൽ നിന്നും ഇടവിട്ടുള്ള വിവിപാറ്റുകൾ വേണം തെരഞ്ഞെടുക്കാൻ. ഇവിഎം മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന വിവിപാറ്റ് സ്ലിപ്പുകളിലെ 50% എണ്ണി മാത്രമേ ഫലം പ്രഖ്യാപിക്കാവൂ എന്നാവശ്യപ്പെട്ട് 21 രാഷ്ട്രീയ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിവിപാറ്റുകൾ വോട്ടുകൾ എണ്ണുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും സംതൃപ്തി നൽകുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാനും ഇത് സഹായിക്കും. എന്നാൽ 50% വിവിപാറ്റ് എണ്ണുന്നതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോജിച്ചില്ല. ഫലപ്രഖ്യാപനത്തിന് കാലതാമസം ഉണ്ടാകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിക്കാതെയാണ് സുപ്രീം കോടതി 5% വോട്ടെണ്ണാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രിയ, ശരി, വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. കോൺഗ്രസ് ബിജെപി ബന്ധം മറനീക്കി പുറത്ത്. തിരുവനന്തപുരം ഡിസിസി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും ബിജെപിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരത്തെ ഡിസിസി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്റെ ഫേസ്ബുക്കിലൂടെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. തനിക്ക് ചുമതലയുള്ള മണക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുമെന്നതാണ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേതാക്കന്മാർ പ്രവർത്തനത്തിനിറങ്ങുന്നില്ലെന്നും ബിജെപി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുവാനാണ് ഇവരുടെ നീക്കമെന്നും ഡിസിസി ജനറൽ സെക്രട്ടറിയുടെ FB പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കുമ്മനത്തെയും വടകരയിൽ കെ മുരളീധരനെയും വിജയിപ്പിക്കണമെന്നുള്ള ബിജെപി കോൺഗ്രസ് രഹസ്യധാരണ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇതുറപ്പിക്കുന്നതാണ് ഡിസിസി ജനറൽ സെക്രട്ടറിയുടെ പരസ്യപ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂർ UDF സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ ഡിസിസിയിൽ വലിയ വിമർശനമുയർന്നിരുന്നു. ഡിസിസി നേതൃത്വം വിളിച്ചാൽ പോലും ഫോണെടുക്കാത്ത ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട എന്നതായിരുന്നു ഡിസിസിയുടെ തീരുമാനം. ഇതിനു പിന്നാലെയാണ് ഡിസിസിയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തരൂരിനു വേണ്ടി പ്രവർത്തനത്തിനിറങ്ങാത്ത നേതാക്കന്മാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ FB പോസ്റ്റിൽ വരുന്ന കമന്റിന് തമ്പാനൂർ സതീഷ് നൽകുന്ന മറുപടി കോൺഗ്രസിന് ബിജെപിയുമായി രഹസ്യബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ വാർത്ത പുറത്തു വന്നതോടുകൂടി തമ്പാനൂർ സതീഷിന്റെ FB പേജിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്റ് അപ്രത്യക്ഷമായി. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയും രാമക്ഷേത്രവും ആയുധമാക്കി ബിജെപി പ്രകടന പത്രിക. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. അതേസമയം കർഷകരെയും മധ്യവർഗത്തെയും ലക്ഷ്യം വെച്ചുള്ള പത്രികയിൽ 2014 വാഗ്ദാനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകടന പത്രിക ഹിന്ദുത്വ വോട്ട് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വർഗീയ ധ്രുവീകരണമാണ് ബിജെപി ലക്ഷ്യമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഈ ബിജെപിയുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്
പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പ്രിയ, 2014 BJPയുടെ പ്രകടന പത്രികയിൽ നിന്നും ഏറെ പുതിയ വാഗ്ദാനങ്ങളൊന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്തതാണ് ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രിക. പക്ഷെ ഇതിൽ BJP ഏറ്റവും കൂടുതലായിട്ട് ഹിന്ദുത്വ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 75 വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരെയും മധ്യവർഗത്തെയും ഇതിൽ ലക്ഷ്യം വെക്കുന്നു. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും പെൻഷൻ നൽകും എന്നൊരു വാഗ്ദാനമാണ് BJP പൊതുവായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാമക്ഷേത്രവും ശബരിമലയും ഈ ഒരു പ്രകടന പത്രികയിൽ എടുത്തു പറയുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് BJP പിന്നോട്ടില്ല. അവര് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടുന്ന എല്ലാ നടപടികളുമായി തന്നെ BJP മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ശബരിമലയുടെ കാര്യത്തിൽ അവിടുത്തെ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയുടെ മുന്നിൽ ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും, അതായത് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സംരക്ഷിക്കുവാൻ വേണ്ടുന്ന ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും നൽകുമെന്ന് BJP ഈ ഒരു പ്രകടന പത്രികയിൽ എടുത്തു പറയുന്നു. ഇങ്ങനെ എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകുമ്പോഴും ഈ ഒരു ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ BJP ഇപ്പോഴും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്ന മറ്റ് വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, സിഖുകാർ ഇവർക്കെല്ലാം സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികൾ BJP സർക്കാർ കൈക്കൊള്ളും. അതായത് പൗരത്വ ഭേദഗതി നിയമം, പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കും എന്നൊരു വാഗ്ദാനവും അതോടൊപ്പം തന്നെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ പൂർണ്ണമായും എടുത്തു കളയുമെന്നും BJP ഇപ്പോൾ ഈ ഒരു പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ തികച്ചും ഹിന്ദുത്വ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് BJP പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ BJP പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രകടന പത്രിക പഴയ വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും അതോടൊപ്പം തന്നെ ഈ നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഹിന്ദുത്വ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുകയും ഹിന്ദുത്വ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ BJP പുറത്തിറക്കിയിരിക്കുന്നതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചിരിക്കുന്നു. പ്രിയ, ശരി, വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. BJPയുടെ പ്രകടന പത്രികയിലുള്ളത് കേട്ട് പഴകിയ വാഗ്ദാനങ്ങൾ മാത്രമെന്ന് സീതാറാം യെച്ചൂരി. കർഷകർക്കും യുവാക്കൾക്കും അനുകൂലമായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് വീണ്ടും വാഗ്ദാനങ്ങൾ നിരത്തുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. We have heard similar promises made 5 years ago. We've heard saying that our farmers who are under distress, they will be stopped from committing distress suicides. But the number of suicides have increased. Agrarian distress has deepened. Our youth were promised 10 crore new jobs in the last 5 years. Instead, you have unemployment rate at the highest in the last 48 years. Likewise, promises were made to every single other section. None of them have been fulfilled. In this manifesto, whatever they have issued, it is once again a list of jumlas, things that are not going to be implemented, and there is absolutely no reference. 5 കോടി രൂപ കോഴി ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവൻ പറഞ്ഞു. രാവിലെ 7:15ഓടെയാണ് ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി ഞങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടർന്ന് അന്വേഷണം നടക്കും. അന്വേഷണം ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ്
MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രളയത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു. വികസനം തടയുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യവും ലോകവും നാം കാണിച്ച ഒരുമയെ വലിയ തോതിൽ പ്രശംസിച്ചു. വലിയ പ്രശംസ. ആ പ്രശംസ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ടല്ലോ, അവർക്കത് അത്ര രുചിച്ചില്ല. അങ്ങനെ പ്രശംസ നമുക്ക് വരാൻ പാടുണ്ടോ? ഇതെങ്ങനെയെങ്കിലും മാറ്റണ്ടേ? ഇതായി ചിന്ത. ഇതാണ് നമ്മുടെ മലയാള മനോരമ പത്രം ഇതേ വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ്. ഇന്ന് പറഞ്ഞത് മാനസിക രോഗികൾ അതിന് നിർത്തുന്നതാണ്. ഞാൻ മാനസിക രോഗികളെന്ന് ഇവരെ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഇതേ വാചകമാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഞാൻ മാനസിക രോഗം എന്ന വാക്കേ പറയാൻ പോയില്ല. മലയാള മനോരമക്ക് എവിടെ നിന്ന് കിട്ടിയത്? ലീഗിനെതിരെ നിലപാടുമായി CPIM PB അംഗം ബൃന്ദ കാരറ്റ്. ലീഗിന് മതേതരത്വ മുഖമില്ല. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത്. മതമൗലികവാദികളുമായാണ് ലീഗ് കൂട്ടുകൂടുന്നത്. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം കലർത്തുന്നുവെന്നും ബൃന്ദ കാരറ്റ്. I think it is absolutely clear that the Muslim League is not known for its secular credentials. Who is in alliance with the most fundamentalist forces? Who is having meetings with the most fundamentalist forces? It is the Muslim League. And therefore, a party which mixes religion and politics as part of its basic fundamental platform, I don't believe that they have secular credentials to show. Whatever the view the BJP may express, whatever the view any other party may express, the CPIM, the LDF in Kerala has been very clear that religion and politics cannot be mixed. മുസ്ലിം ലീഗിനെതിരെയുള്ള യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തിനെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗിന്റേത് പാകിസ്ഥാന്റെ കൊടിയല്ല എന്നു പറയാൻ തയ്യാറാകാത്ത കോൺഗ്രസ് മുസ്ലിം ലീഗുമായുള്ള സഖ്യം ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാൻ മടിക്കുകയാണ്. RSSന്റെ ബി ടീമാണ് കോൺഗ്രസ് എന്നതിൽ തെളിവാണിതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. ഈ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ദേശീയ തലത്തിൽ യോഗി ആദിത്യനാഥ് ശക്തമായി ആക്ഷേപിച്ചപ്പോൾ നിങ്ങളുടെ വിമർശനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു വക്താവും ഇതുവരെ മുന്നോട്ട് വരാതിരുന്നത്? ഇപ്പൊ മുസ്ലിം ലീഗുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇത് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ RSSന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിനെതിരായിട്ട് യോഗി ആദിത്യനാഥ് ഉയർത്തിയ വിമർശനത്തെ നേരിടാൻ പോലും കഴിക്കാതെ കോൺഗ്രസ് നേതൃത്വം വിറങ്ങലിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് യോഗി ആദിത്യനാഥിന്റെ ഈ പ്രതികരണത്തിന് മുമ്പിൽ നാം കണ്ടത്. ഇത് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ചു വരുന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിസന്ധിയിൽപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒന്നും കോൺഗ്രസ് സഹായിക്കുന്നില്ല. കേരളത്തിലെത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രേമം ഇപ്പോൾ ഉള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ പോലും സന്നദ്ധമാകാതെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ അപജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വളർന്നുവരുന്ന പ്രതിപക്ഷ സഖ്യത്തെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ഇത് ദൌർഭാഗ്യകരമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇടതുമുന്നണിയും UDFും മാത്രമാണ് ഉള്ളത്. പൊട്ടിയ പട്ടം പോലെയാണ് വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന പ്രതിപക്ഷ സഖ്യത്തെ
തകർക്കാനുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായ കോൺഗ്രസ് തന്നെ സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. കോൺഗ്രസിന് ആരെയാണ് എതിർക്കേണ്ടത്? അവരുടെ രാഷ്ട്രീയ ദിശ ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുക. പൊട്ടിയ പട്ടം പോലെ രാഹുൽ ഗാന്ധി വന്നു വീണത് വയനാട്ടിലാണ്. BJP എതിർക്കാൻ എന്തിനാണ് വയനാട്ടിൽ വരുന്നത്? 2014 തെരഞ്ഞെടുപ്പിൽ NDAക്ക് ജാമ്യത്തുക നഷ്ടപ്പെട്ട നിയോജകമണ്ഡലമാണ് വയനാട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലാണ് പരസ്പരം മത്സരിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമായി വരുമെന്ന് AK ആന്റണി. അങ്ങനെ വന്നാൽ ഭൂരിപക്ഷം തികയ്ക്കാൻ ഇടതുപക്ഷത്തെ ക്ഷണിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം മതേതര കക്ഷികളുടെ പിന്തുണ തേടുമെന്നും ആരുമായും തൊട്ടുകൂടായ്മ ഇല്ലെന്നും AK ആന്റണി പറഞ്ഞു. ഒന്നാമത്തെ കക്ഷിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കും, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രീ പോളപ്പാണ്. അങ്ങനെ ഞങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ എണ്ണം ഭൂരിപക്ഷം തെളിയിക്കാനെണ്ണം തികഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളെ മാത്രം എല്ലാ കക്ഷികളുടെ സഹകരണം തേടും. ഒരൺടച്ചബിലിറ്റി ഇല്ല. BJP ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരുടെ സഹകരണം തേടും. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉജ്ജ്വല വരവേൽപ്പാണ് ഇക്കുറി ബീഹാറിലെ ബെഗുസാരായ് മണ്ഡലത്തിൽ ജനവിധി തേടുന്ന CPI സ്ഥാനാർത്ഥി കനയ്യകുമാറിന് ലഭിക്കുന്നത്. BJPയെ ഭരണത്തിൽ നിന്ന് ഇറക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട കനയ്യകുമാർ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായുള്ള ക്രൗഡ് ഫണ്ടിംഗ് 50 ലക്ഷം പിന്നിട്ടുവെന്നും വ്യക്തമാക്കി. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കനയ്യകുമാർ നിലപാട് വ്യക്തമാക്കിയത്. ബീഹാറിലെ ബെഗുസാരായ് മണ്ഡലത്തിൽ നിന്നും CPI ടിക്കറ്റിലാണ് കനയ്യകുമാർ ജനവിധി തേടുന്നത്. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കനയ്യകുമാറിന്റെ പ്രചരണത്തിന്റെ പ്രതിഫലനം ഓരോ ദിവസവും ശക്തി പ്രാപിക്കുകയാണ്. ബെഗുസാരായുടെ മകനെന്ന് വിളിച്ച് CPI പ്രവർത്തകർക്കൊപ്പം ആളുകളെ നേരിൽ കണ്ടാണ് വോട്ട് തേടൽ. ജിഗ്നേഷ് മേവാനി അടക്കമുള്ളവർ കനയ്യകുമാറിനായി പ്രചരണ രംഗത്തുണ്ട്. BJPയിലെ ഗിരിരാജ് സിംഗും RJDയുടെ തൻവീർ ഹസനുമായാണ് കനയ്യകുമാറിന്റെ മത്സരം. ഇപ്പോൾ ബെഗുസാരായെ BJP പ്രതിനിധീകരിക്കുന്നത് കനയ്യകുമാറിൽ തെല്ലും ആശങ്ക സൃഷ്ടിക്കുന്നില്ല. എല്ലാ ജാതിമത വിഭാഗത്തിലുള്ളവരുടെയും എല്ലാ പ്രായക്കാരുടെയും പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് കനയ്യകുമാർ പറഞ്ഞു. ग्राउंड पे हमसे ज़्यादा मजबूत आज के डेट में कोई पार्टी नहीं, BJP भी नहीं मजबूत हो पाएगी. और सभी एज ग्रुप के, सभी कास्ट के, सभी कम्युनिटी के और सभी जेंडर के लोग जो हैं वो हमारे साथ शामिल हैं. വ്യക്തമായ വീക്ഷണത്തോടെയാണ് കനയ്യകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. കനയ്യകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായുള്ള ക്രൗഡ് ഫണ്ടിംഗ് 50 ലക്ഷം പിന്നിട്ടുവെന്നതും ശ്രദ്ധേയമാണ്. BJP അധികാരത്തിൽ നിന്ന് ഇറക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണെന്നും കനയ്യകുമാർ പറഞ്ഞു വെക്കുന്നു. अगर आप भारत में सांप्रदायिकता से लड़ना चाहते हैं, हिंदू मुस्लिम की नफरत से लड़ना चाहते हैं, जो हिंदुस्तान की डाइवर्सिटी है उसकी रक्षा करेगा, और डाइवर्सिटी को बचाने के लिए डेमोक्रेसी का होना जरूरी है. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ മുഴക്കിയ ആസാദി മുദ്രാവാക്യം ഇപ്പോൾ കനയ്യകുമാറിന്റെ സ്വന്തം നാടും ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തം, ആസാദി ഗാനവും പാടി കനയ്യകുമാർ നടന്നു കയറുന്നത് യുവാക്കളുടെയും മുതിർന്നവരുടെയും ഹൃദയങ്ങളിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.